കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അത് 1 മണിക്കൂറിനുള്ളിൽ ഉണ്ടാകും എന്നതാണ് ഡാൻ കുര്യൻ സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഈ പട്ടിക പുറത്തു വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. 35 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ആയിരിക്കും കോൺഗ്രസ് പ്രഖ്യാപിക്കുക എന്നതാണ് മനസ്സിലാകുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം 2 CPM സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊടുവള്ളിയിൽ സലീം മടവൂരും പാലക്കാട് NMR റസാഖും മത്സരിക്കും എന്നതാണ് വിവരം. 5 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയാണ് പിന്നീട് പ്രഖ്യാപിക്കാനായി മാറ്റിവെച്ചിരുന്നത്. അതിൽ 2 സീറ്റിലെ സ്ഥാനാർത്ഥികളെ കൂടി CPM പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കൊടുവള്ളിയിൽ സലീം മടവൂരും പാലക്കാട് NMR റസാഖും ആണ് മത്സരിക്കുക. VV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, അപ്പോൾ ഇനി 3 സീറ്റ് മാത്രമേ പ്രഖ്യാപിക്കാനുള്ളൂ. ബാക്കി എല്ലാ സീറ്റിലും ആളുകളാകുന്നു. ഈ NMR റസാഖ് ഒക്കെ നേരത്തെ തന്നെ പറഞ്ഞു കേട്ടിരുന്ന പേരുകൾ തന്നെയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? 3 സീറ്റുകളിൽ മാത്രമാണ് ഇനി ഇടതുമുന്നണി CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ളത്. 71 പാർട്ടി ചിഹ്നത്തിൽ 15 സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയുമാണ് CPM മത്സരിപ്പിക്കുന്നത്. അതിൽ പാലക്കാട് കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ ഡോക്ടർ സരിനാണ് മത്സരിച്ചത്. ഇത്തവണ പക്ഷേ അവിടെ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് CPM തയ്യാറെടുക്കുകയായിരുന്നു. അങ്ങനെയാണ് അവിടെ പ്രധാനപ്പെട്ട ഒരു ഹോട്ടൽ ശൃംഖലയുടെ ഉടമ കൂടിയായ NMR റസാഖിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചത്. ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന് കൊടുവള്ളിയാണ്. കൊടുവള്ളി ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. അവിടെ സലീം മടവൂറിനെയാണ് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ ഇടതുമുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കോവളത്ത് ഭഗത് റൂഫസിനെയും ഇടതുമുന്നണി പ്രഖ്യാപിച്ചിരുന്നു. ഇനി 3 സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. ഇന്നോ നാളെയോ അതുണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിനെയും അതുപോലെ ലീഗിനെയും ഒക്കെ അസംതൃപ്തിയുള്ളവരെ ആ മണ്ഡലങ്ങളിലേക്ക് പരിഗണിക്കാനാണ് CPM ആലോചിക്കുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ ചില മണ്ഡലങ്ങൾ അവിടെ ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. അരുൺ, ഇക്കാര്യത്തിൽ NMR റസാഖ് മത്സരിക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. പാലക്കാട് നമുക്കറിയാം ഉപതെരഞ്ഞെടുപ്പ് നടന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ചു വന്നു. അതിനുശേഷം കോൺഗ്രസിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യങ്ങളിലൂടെയാണ് രാഹുലിന് സ്ഥാനാർത്ഥിത്വം നഷ്ടമായിരിക്കുന്ന സാഹചര്യമുള്ളത്. അപ്പോൾ ഉപയോഗപ്പെടുത്താൻ നിരവധി സാഹചര്യങ്ങളും സാധ്യതകളുമുള്ള മണ്ഡലമാണ് പാലക്കാട്. അവിടെ ജില്ലാ കമ്മിറ്റിയിൽ തന്നെ നിർദ്ദേശിക്കപ്പെട്ട പേരാണ് NMR റസാഖിന്റേത്. അത് ഇപ്പോൾ അംഗീകരിക്കുകയാണ് CPM ചെയ്തിരിക്കുന്നത്. NMR റസാഖിന്റെ ഒരു സാധ്യത പാലക്കാട് നമുക്ക് എങ്ങനെ കാണാൻ കഴിയും? ഇപ്പോഴത്തെ അനുകൂല സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന നല്ല സ്ഥാനാർത്ഥി എന്ന നിലയിലാണോ സ്വീകരിക്കപ്പെടുക? പാലക്കാട് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും പൊതുതെരഞ്ഞെടുപ്പിലും ഒക്കെ ഇടതുമുന്നണി 3ാം സ്ഥാനത്തേക്ക് പോയ മണ്ഡലമാണ്. അവിടെ CPM ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥികൾ മത്സരിച്ചത്. പക്ഷേ ഇത്തവണ ഒരു മാറ്റം CPM ഉദ്ദേശിക്കുന്നത് ഒരു പൊതുസ്വതന്ത്രനെ കൊണ്ടുവരാനാണ്. കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടുകളുടെ കണക്കിൽ 2ാം സ്ഥാനത്ത് BJPയെ പിന്തള്ളി 2ാം സ്ഥാനത്തെത്താൻ അവിടെ കോൺഗ്രസിനെ പിന്തള്ളി 2ാം സ്ഥാനത്തെത്താൻ അവിടെ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിരുന്നു. ആ 2ാം സ്ഥാനത്ത് കിട്ടിയ ഒരു പ്രതീക്ഷ വെച്ചാണ് ഇപ്പോൾ ഒരു സ്വതന്ത്ര പരീക്ഷണത്തിന് CPM തയ്യാറെടുക്കുന്നത്. റസാഖ് വിപുലമായ വ്യക്തിബന്ധമുള്ള ആളാണ് ഈ മണ്ഡലത്തിൽ. അത് പ്രയോജനപ്പെടുത്താൻ പ്രത്യേകിച്ച് പാലക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമായി പിരായിരി പോലുള്ള പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചത് ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ കൂടിയാണ്. ആ സാധ്യതകൾ കൂടി ഇത്തവണ പ്രയോജനപ്പെടുത്താനാകുമോ എന്നാണ് CPM പരീക്ഷിക്കുന്നത്. വലിയ സമ്പന്ന രാഷ്ട്രീയ നേതാവല്ല, അത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി UDFന്റെ സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടിയാണ്. സിനിമാ താരമാണ്. BJP ക്യാമ്പിൽ നിന്ന് മത്സരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. സ്വാഭാവികമായും അവിടെ വലിയ മുന്നേറ്റം അവർക്ക് ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിച്ചാൽ പാർട്ടി വോട്ടുകൾ കൂടിയാകുമ്പോൾ പാലക്കാട് ഇത്തവണ തിരിച്ചുപിടിക്കാം. നേരത്തെ നൌഷാദ് എന്ന CPM നേതാവാണ് പാലക്കാട്. അങ്ങനെ ആ ഒരു സാധ്യതകളാണ് ഇപ്പോൾ CPM പരിശോധിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ CPM ഇത്തവണ പാലക്കാട് ഫീൽഡ് ചെയ്യുന്നത്. ശരി, VV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. 2 സ്വതന്ത്രരെ കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. ഇനി 3 സീറ്റുകളിൽ കൂടി മാത്രമാണ് സ്ഥാനാർത്ഥികൾ ആകാനുള്ളത്. ബാക്കി എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് വലിയ രീതിയിൽ പ്രചരണത്തിൽ മുന്നേറാൻ ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴും കോൺഗ്രസിന്റെ ഏറ്റവും തർക്കമുള്ള മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുകയാണ്. ഇന്ന് 4 മണിയോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. അത് ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. CEC യോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കുന്നത്. 35 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് അറിയാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.